ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് നമ്മൾ ഒരു റൈഡാണ് പോകുന്നത്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുംബു ഹിൽസ് എന്ന് പറയുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. ആക്ച്വലി ഇത് എന്നെ സംബന്ധിച്ചുള്ള ഒരു പുതിയ സ്ഥലമാണ്. പക്ഷേ അതിനെക്കാട്ടിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സംഭവമുണ്ട്. ഒരു വലിയ ടീമിൻ്റെ കൂടെയാണ് പോകുന്നത് കേട്ടോ. ഒരു വലിയ ടീം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ ഒരു വലിയ ക്ലബ്ബാണ്, റൈഡിങ് ക്ലബ്ബാണ് ട്രിവാൻഡ്രം ബൈക്കേഴ്സ് ക്ലബ്ബ്. ഏകദേശം 60+ മെമ്പേഴ്സ് ഉള്ള ഒരു ക്ലബ്ബാണിത്. ഇവിടെ 12 SRs ഉണ്ട് അല്ലേ 12. അപ്പം BRM പോലുള്ള ഇവൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു വലിയ ഒരു ടീമാണ് നമ്മുടെ ട്രിവാൻഡ്രം ബൈക്കേഴ്സ് ക്ലബ്ബ്. അപ്പോൾ ഇവരുടെ കൂടെയാണ് ഞാൻ റൈഡ് ചെയ്ത്. ഇവരെല്ലാവരും ഭയങ്കര പുലികളാണ് കേട്ടോ, ഭയങ്കര പുലികളാണ്. അവരുടെ കൂടെ ഞാൻ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഭയങ്കര സംശയം. കാരണം ഡെയിലി റൈഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ നമുക്ക് ഈ വലിയ ടീമിൻ്റെ കൂടെ നമ്മുടെ യാത്ര തുടങ്ങാം. അത് തന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. വയസ്സന്മാര് തൊട്ട് ചെറുപ്പക്കാര് വരെ ഉണ്ട് കേട്ടോ. താടി വെച്ച ചെറുപ്പക്കാർ വരെ ഉണ്ട്, കൊച്ചു പിള്ളേർ വരെ ഉണ്ട്. അപ്പൊ അത്രയും വലിയൊരു ടീമാണ്. അപ്പൊ ഈ ടീമിന്റെ കൂടെ അപ്പൊ ഇത്രയും വലിയൊരു ഗുഡ് മോർണിംഗ്. ഒരു ടീമിന്റെ കൂടെ പോകാൻ പറ്റുന്ന തന്നെ വലിയ ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചോളം. എനിക്ക് തോന്നുന്നു ഈ ഇടക്കാലത്തൊന്നും ബ്ലോഗേഴ്സിൽ കിട്ടാത്ത ഒരു വലിയ ചാൻസ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഈ റൈഡ് തുടങ്ങാം അല്ലേ? റൈഡ് തുടങ്ങാം. കൊല്ലംകോണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത ഒരാളുണ്ട്, നയനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ മകനല്ല, ഇതാണ് എൻ്റെ മോട്ടിവേറ്റർ. ഇപ്പം റൈഡ് ഇത്തിരി കുറവാണ് ആള്. ഇതാണ് നമ്മുടെ ഹരിച്ചയുടെ TBCയുടെ സെക്രട്ടറി അല്ലേ, ഞങ്ങളുടെ ക്ലബ്ബ് ഒരു രജിസ്റ്റേർഡ് ക്ലബ്ബാണ്. കുറച്ച് നിബന്ധനകൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. 18 വയസ്സാവണം, സൈക്കിൾ ഓടണം, റെസ്പോൺസിബിൾ റൈഡർ ആയിരിക്കണം, ഹെൽമെറ്റ് ഇല്ലാതെ റൈഡ് ചെയ്യാൻ പറ്റില്ല. അത് ഇനി ആരാണെങ്കിലും ശരി ഹെൽമെറ്റ് ഇല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞു വിടുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ റൂൾ. പിന്നെ ഗ്രൂപ്പ് റൈഡിനകത്ത് കുറച്ച് റൂൾസ് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യുക, റീഗ്രൂപ്പ് ചെയ്യുക,
പുതിയ റൈഡേഴ്സിനെ കൂടെ കൊണ്ടുപോവുക, അവരുടെ ടെക്നിക്സ് കറക്റ്റ് ചെയ്ത് കൊടുക്കുക, അതൊക്കെയാണ് ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എൻജോയ് ദ റൈഡ്, എൻജോയ് ദ ഫൺ ഇൻ റൈഡിങ്, എൻജോയ് ദ സഫറിങ്. ഹലോ, ഇത് ഏകദേശം 2013 സ്റ്റാർട്ട് ചെയ്തൊരു ക്ലബ്ബാണ്. 2015 നമ്മൾ ട്രിവാൻഡ്രത്ത് ആദ്യത്തെ രജിസ്റ്റേർഡ് സൈക്ലിംഗ് ക്ലബ്ബാണ് 2015 മുതൽ. അപ്പം മെയിൻലി ആദ്യം നമുക്കുണ്ടായിരുന്നൊരു ബുദ്ധിമുട്ട്, ട്രിവാൻഡ്രത്ത് ഇപ്പോൾ കാണുന്ന അത്രയും സൈക്കിളുകൾ അന്നില്ല. അന്ന് സൈക്ലിംഗ് തന്നെ വളരെ ലോ പ്രൊഫൈൽ ആയിരുന്നൊരു സമയമാണ്. ഇപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷമാണ് നമ്മൾ കേരളത്തിൽ ആകെ ഇങ്ങനെ സൈക്കിളുകളുടെ എണ്ണം കൂടുന്നത് കാണുന്നത്. അന്ന് വരെയും നമ്മൾ സൈക്കിളിൽ പൊക്കോണ്ടിരുന്നപ്പോൾ വളരെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമ്മളുമായിട്ട് റോഡ് ഷെയർ ചെയ്യാൻ. ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്. ഒരുപാട് കാലം കൊണ്ട് ക്ലബ്ബ് ഒരുപാട് മുന്നോട്ട് പോയി. നമ്മൾ BRM കണ്ടക്ട് ചെയ്യുന്നുണ്ട് ട്രിവാൻഡ്രത്ത്, ആലപ്പുഴയിൽ നിന്നും. ഒരുപാട് SRസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അതുപോലെ പുതിയ റൈഡേഴ്സിനെ ജോയിൻ ചെയ്യാൻ അവർക്ക് ക്ലബിൻ്റെ ഭാഗമാകാനുള്ള അവസരമുണ്ട്. കഠിനം. ഇതിവിടെ കണ്ടോ, എൻ്റെ അമ്മ ഒരു രക്ഷയില്ലാതെ ഹില്ലാണേ, അടിപൊളി. പദം വന്നു, രക്ഷയില്ല. ഇനി ഞാൻ ചവിട്ടട്ടെ. ഹില്ലെന്ന് പറഞ്ഞാണല്ലോ, ഒരു രക്ഷയില്ലാത്ത ഹില്ലാണ്. നമ്മളപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ഇതാണ് ഇനി കടുമ്പൂ ഹിൽസിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അവസാനത്തെ കയറ്റമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇപ്പം തന്നെ കുറേ കയറ്റങ്ങൾ കയറി കഴിഞ്ഞു, കട്ടയം കൂടെ മുടങ്ങി, എല്ലാവരും വളരെയധികം ക്ഷീണിച്ചു. നമ്മുടെ പുറകെ ഇനിയും കുറച്ച് ആൾക്കാരുടെ വരാനുണ്ട്. ഇപ്പോൾ കുറേ പേര് വലിയ വലിയ റൈഡേഴ്സൊക്കെ അങ്ങ് ഫ്രണ്ടിൽ കയറി പോയിട്ടോ, ചവിട്ടി കയറി പോകുന്നുണ്ട് ഓരോരുത്തർ. ഈ കയറ്റം കയറി പോകണമെങ്കിൽ ഇത്തിരി പ്രയാസമാണ്, ഭയങ്കര കുത്തനെ കിടക്കുന്ന എലിവേഷനാണത്. എനിവേ നമുക്ക് എത്താറായി. അപ്പോൾ മേളിൽ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, കുറച്ച് പേര് ഇതാ വരുന്നുണ്ട്. അടിപൊളി. വരുന്നുണ്ടല്ലോ അവരെടുക്കത്തത്. നമ്മുടെ ഹില്ലിൻ്റെ മുകളിലോട്ട് നമ്മൾ എത്താറായി.
കുടുംബ ഹിൽസ്. കടുംബു ഹിൽസ്. പറ്റും നിസ്സാരം എത്തിയതാണേ. കടുംബു ഹിൽസ് എന്ത് സൂപ്പറാന്ന് നോക്കിയാൽ നമ്മൾ ഇത്രയും ചവിട്ടി വന്നതിന്റെ ഒരു വിഷമം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മാറി. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം അല്ലേ. അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ ശാസ്താംപാറയാണ്. പിന്നെ ഇവിടെ സിറ്റിയൊക്കെ ഓൾമോസ്റ്റ് കാണാൻ പറ്റും. എലിവേഷൻ വരും എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ 150 മീറ്റർ എലിവേഷൻ ആണ്. നല്ല കീടിയിലും കയറ്റങ്ങളായിരുന്നു. പല കയറ്റങ്ങളും ചവിട്ടി കയറാൻ പറ്റാത്തതുകൊണ്ട് ഉരുട്ടിക്കൊണ്ട് കയറുമായിരുന്നു. വളരെ അഭിമാനത്തോടെ പറയാം. കുറച്ച് പേരൊക്കെ ഭയങ്കരമായിട്ട് നല്ല റൈഡേഴ്സ് ഒക്കെ ഈ ഗ്രൂപ്പിലുണ്ട്. അവരൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ചവിട്ടി കയറി കേട്ടോ. ഭയങ്കര എന്തായാലും അടിപൊളി റൈഡായിരുന്നു. ഇനി തിരിച്ചങ്ങോട്ട് നമ്മൾ ഇതേപോലെ തന്നെയാണ്, കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ടീമിലുള്ള ഓരോരുത്തരെ ഒന്ന് പരിചയപ്പെടാം. ഇവരെല്ലാവരും ഗ്രേറ്റ് റൈഡേഴ്സ് ആണ് കേട്ടോ. ഡെയിലി റൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഇവരെ പരിചയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ലേഡി റൈഡേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ലേഡി റൈഡറിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പേര് ശ്രീജ. ഹസ്ബൻഡിന്റെ കൂടെയാണ് ചവിട്ടി തുടങ്ങിയത്. അതുകൊണ്ട് കൂട്ടുണ്ട് ചവിട്ടാൻ. നമ്മൾ 5 പേരാണ് റൈഡ് ചെയ്യണത് ഒരുമിച്ച് എല്ലാ ദിവസവും. അപ്പൊ ഒരാളില്ലെങ്കിൽ ഒരാൾ കാണും. അതുകൊണ്ട് ഒരു ദിവസം മിസ്സാവാറില്ല. ആദ്യത്തെ നേട്ടം എന്താന്ന് വെച്ചാൽ എന്നും ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ലോക്ക്ഡൗൺ ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ജിമ്മിലൊന്നും പോകാൻ പറ്റാതെ വെയിറ്റ് ഒക്കെ വെച്ച് വന്നപ്പോഴാണ് ഈ സൈക്കിളിൻ്റെ ഒരു ഐഡിയ തോന്നിയത്. അപ്പം ചവിട്ടി തുടങ്ങി. കണ്ടോ, ഇതേപോലെയുള്ള ആൾക്കാർ റൈഡിങ്ങിന് വരുന്നത് ഒത്തിരി ലേഡീസിനെയും കൂടെ ഇൻസ്പയർ ചെയ്യിക്കും. അതെ, ഞാൻ എല്ലാവരെയും വളരെ പ്രചോദനം ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും എൻ്റെ കൂടെ ചവിട്ടാൻ തയ്യാറാവണില്ല. അതെന്ന് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റ് ആണ് കേട്ടോ റൈഡ്. അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ നന്നായിട്ട് ചവിട്ടുന്നുണ്ട്. ഞാൻ ഇന്ന് റൈഡ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കണ്ടായിരുന്നു, നല്ല സൂപ്പറായിട്ട് ചവിട്ടുന്നുണ്ട്. എൻ്റെ പേര് മിറ്റു. ഞാൻ TBC മെമ്പറാണ്. സ്ഥലം ആലുവ. ഇപ്പോൾ കുറച്ചായിട്ട് റെഗുലറായിട്ടുള്ള റൈഡ്സ് കുറവാണ്. ചെറുതായിട്ട് റണ്ണിങ്ങും തുടങ്ങിയിട്ടുണ്ട്. ഹായ്, എൻ്റെ പേര് രാജേഷ്. ഞാൻ അങ്ങനെ റെഗുലർ അല്ല, എന്നാലും ചവിട്ടുന്നുണ്ട്. TBC മെമ്പറാണ്. പറ്റുമ്പോഴൊക്കെ ചവിട്ടുന്നുണ്ട്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ നമ്മുടെ TBCയുടെ ആദ്യത്തെ പ്രസിഡന്റാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ട് 2 വാക്കുകൾ പറയൂ സാർ. 2011 നമ്മൾ റൈഡ് ചെയ്യാൻ തുടങ്ങുന്നത്. അന്നൊക്കെ ഒരു കൂടി ചവിട്ടാനായിട്ട് ഒരു 2-3 റൈഡേഴ്സിനെ തപ്പി ഓടി നടക്കുന്നതായിരുന്നു. വഴിയിൽ സൈക്കിൾ കൊണ്ട് പോകുന്നവരൊക്കെ പിടിച്ച് നമ്മുടെ കൂടി ചേർന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു സൈക്കിൾ മേടിക്കാൻ നോക്കുമ്പോൾ കിട്ടാനില്ല. വഴിയിൽ ഇറങ്ങിയാൽ സൈക്കിൾ കയറുമ്പോൾ മേടിക്കുക. ഒരു വളരെ നല്ല ഫീലിംഗ് ആണ്. എൻ്റെ പേര് ജോപ്പു. ഞാൻ TBCയിൽ ജോയിൻ ചെയ്തേ ഉള്ളൂ, ന്യൂ മെമ്പർ. ഇപ്പം സൈക്കിൾ ചെയ്യാൻ തുടങ്ങി. എൻ്റെ പേര് നിതിൻ. ഞാൻ TBC മെമ്പറായിട്ട് 1 മന്തായി. എൻ്റെ വീട് കാഞ്ഞിരംപാറയാണ്. ഞാൻ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. ഹായ്, എൻ്റെ പേര് യദു. ഞാൻ അടപ്പഴഞ്ഞിയിലാണ്. 3 വർഷത്തോളമായി സൈക്ലിംഗ് ചെയ്യുന്നുണ്ട്.
എൻ്റെ പേര് പീറ്റർ സാഗൻ. ഞാനിപ്പം ഫ്രാൻസിൽ നിന്ന് വന്നേ ഉള്ളൂ. അങ്ങനെ പറയാനേ. ചെറിയ റൈഡറാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് ഗ്രൂപ്പ് ടു ബി വിത്ത് TBC. സന്തോഷ് TBC റൈഡറാണ്. സോജയുടെ കൂടെ ഇടയ്ക്കൊക്കെ സന്തോഷിനെ കണ്ടിട്ടില്ല. സന്തോഷ് ആരാണ്? സന്തോഷിന് മുമ്പ് ഒരു വീഡിയോയിൽ കൂടെ ഫെയിം ആയ ആളാണ്. TBC അടുത്ത ഇനി ഉടനെ തന്നെ ഒരു BRM കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ജാനുവരി 3 200 കിലോമീറ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ ആ ഒരു സീരീസിനകത്ത് വരുന്ന ഫസ്റ്റ് ബ്രിവേ ആണ് BRM 200 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ BRM എന്താണെന്നുള്ളതും എങ്ങനെയാണ് നമ്മളിവിടെ TBCയിൽ അത് കണ്ടക്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? നമ്മുടെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് രാജേഷ് മാധവൻ. ഞാൻ TBC ട്രിവാൻഡ്രം ബൈക്കേഴ്സ് ക്ലബിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. TBC കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് 2014-15 കാലഘട്ടം മുതൽ BRMs കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ബ്രവേ അതായത് ഓഡാക്സ് ഇന്ത്യ ആയിട്ട് ചേർന്നാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം കോവിഡ് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും BRM സീസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ് ജാനുവരി മുതൽ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം, അതായത് 2021 കൊണ്ട് തന്നെ ഒരാൾക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഏതെങ്കിലും ഒരു ഇവൻറ്റ് ചെയ്യാതെ തന്നെ SR ആവാൻ പറ്റും. കാര്യം എല്ലാ ഇവൻറ്റും പ്രോപ്പർലി ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഗ്യാപ്പിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജാനുവരിയിൽ 200, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് 200, 300, 400 and 600. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് തന്നെ SR ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ചാൻസ് ആണ്. ട്രിവാൻഡ്രത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്ത് 2 ഇവൻറ്റ് മാത്രം ആലപ്പുഴയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം ട്രിവാൻഡ്രത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ട്രിവാൻഡ്രത്ത് എൻഡ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ അത് പുതുതായിട്ട് കുറേ ആൾക്കാർ സൈക്ലിംഗ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ക്ലബ്ബിൽ പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഈഗേർലി വെയിറ്റ് ചെയ്യാണ്. ഈ ഒരു BRM സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. കാര്യം എല്ലാവരും ഇപ്പോൾ നമ്മൾ ഈ കോവിഡ് വന്നതിന് ശേഷം ബാക്കി ജിമ്മും മറ്റ് ആക്ടിവിറ്റീസ് എല്ലാം കുറഞ്ഞപ്പോൾ സൈക്ലിങ്ങിലേക്ക് ഒരുപാട് പേര് വരികയും അവരെല്ലാവരും തന്നെ വളരെ സ്ട്രോങ് റൈഡേഴ്സാണ്. ഇപ്പം പുതുതായിട്ട് അവരെല്ലാവരും ലോങ് ഡിസ്റ്റൻസ് റൈഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഓൾറെഡി അവരെല്ലാവരും കുറച്ച് റൈഡ് ചെയ്ത് ഒരു ഇവൻറ്റിൻ്റെ മോഡിലേക്ക് വരുന്നത് ഇനിയിപ്പോൾ ഈ BRMലായിരിക്കും. അപ്പോൾ എല്ലാവരും ഒരു SR ഒരു ആസ്പിറൻസ് ആണ്. ഇപ്പോൾ ഞാൻ കണ്ടപ്പോൾ സൂപ്പർ ആൻറ്റിനർ ആവാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഈ ഒരു സീസണിൽ ഈ 2021 അവസാനിക്കുമ്പോൾ TBCയുടെ കുറേ SRs ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്തിന് പുറത്തുനിന്ന് കുറച്ച് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കുറേ ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇനിയും ഈ ട്രിവാൻഡ്രം ബൈക്കേഴ്സ് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ ജോയിൻ ചെയ്ത് സഹകരിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എല്ലാ സൈക്ലിസ്റ്റുകളെ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. അവർക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. www.trivandrumbikersclub.com എന്നാണ് വെബ്സൈറ്റ്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ഒരു രജിസ്റ്റേർഡ് മെമ്പർ ആവാം. അതിൽ തന്നെ നമ്മളുടെ ഇമെയിൽ IDയും ഫോൺ നമ്പേഴ്സും ഉണ്ട്. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഗ്രൂപ്പ് റൈഡ്സിൽ പങ്കെടുക്കാം. അതുപോലെ വീക്കെൻഡ് റൈഡ്സിൽ പങ്കെടുക്കാം. ഈവൻ മെമ്പേഴ്സ് ആയില്ലെങ്കിൽ പോലും ട്രിവാൻഡ്രം ബൈക്കേഴ്സ് ക്ലബിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാ ട്രിവാൻഡ്രത്ത് ഇപ്പം പുതുതായിട്ട് സൈക്ലിംഗ് രംഗത്തേക്ക് വരാനിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യും. അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റ് ലിങ്ക് എൻ്റെ ആ വ്ളോഗിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ജാനുവരി 3 കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ഈ ബ്രിവേയുടെ തന്നെ നമ്മൾ ഈ 200 കിലോമീറ്റർ ബ്രിവേ ഇനി അടുത്ത കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ജാനുവരി 3. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ളതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ആവശ്യമുള്ള ആൾക്കാർ ദയവായി അതിൽ കയറി ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൽ ജോയിൻ ചെയ്യാം. പിന്നെ മറ്റൊന്ന് വേറൊരു സന്തോഷകരമായ ഒരു കാര്യം കൂടെ, ഞാൻ ഈ ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ജാനുവരി 3 200 കിലോമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നമുക്ക് അതിൽ കാണാം. ഇനി ഇത് നമ്മുടെ പ്രസിഡന്റ് ആണ് TBCയുടെ. ഒന്ന് പറയൂ ചേട്ടാ. ഞാൻ നേരത്തെ രാജേഷ് പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറയുകയാണ്. ഈ സൂപ്പർ റണ്ടനർ എന്ന് പറഞ്ഞാൽ ശരിക്കും സൈക്ലിംഗ് നമ്മൾ ഫോക്കസ് ചെയ്യണ ഒരു റേസ് എന്നുള്ള മോഡലിലല്ല, ഒരു എൻഡ്യൂറൻസ് സൈക്ലിംഗ് എന്നുള്ള രീതിയിലാണ്. അതൊരു ഓവറോൾ ബോഡി മെയിൻ്റനൻസും അതുപോലെ തന്നെ എൻഡ്യൂറൻസ് ബിൽഡിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ചെയ്യുന്നത്. അതിനകത്ത് ഞങ്ങളുടെ ഈ ക്ലബിൻ്റെ SR പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നവംബർ മുതൽ നവംബർ വരെയാണ് നമ്മുടെ SR സീസൺ, ഒരു ഓഡക്സ് സീസൺ വരുന്നത്. ട്രിവാൻഡ്രം ബൈക്കേഴ്സ് ക്ലബിൻ്റെ SR പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം ഒരു കലണ്ടർ ഇയറിൽ SR കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ക്ലബിൻ്റെ SR പ്രോഗ്രാംസിലാണ്. അതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ SR കഴിഞ്ഞിട്ട് DSR എന്ന് പറഞ്ഞൊരു സാധനം, ഡബിൾ സൂപ്പർ റണ്ടനർ. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിനകത്ത് SR ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കൊച്ചിയോ അല്ലെങ്കിൽ നല്ല ബൈക്കേഴ്സ് ഇതുപോലെ ക്ലബ്ബുകൾ അറേഞ്ച് ചെയ്യുന്ന ഒരു ഔട്ട് സ്റ്റേഷൻ SR പ്രോഗ്രാമിലും പങ്കെടുത്തു കഴിഞ്ഞാൽ ഒരു കലണ്ടർ ഇയറിൽ തന്നെ
2 SR എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ കലണ്ടർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ എത്ര SRs ഉണ്ട്? നമ്മൾ 12ഓളം SRs ഉണ്ട്. അതിൽ തന്നെ ഡബിൾ DSRs ഉണ്ട് 4 പേര്. അതിൽ ഒരാൾ മുന്നത്തെ വർഷം അയൺമാൻ കോമ്പറ്റീഷൻ വിൻ ചെയ്തതാണ്. ഇപ്പോൾ 2 പേര് അതിനെ പ്രിപ്പയർ ചെയ്യുന്നു. സോജയമാൻ തയ്യാറെടുക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ, നീ പഠിക്കണം. അത് ഒരു ഈ പറഞ്ഞാൽ എൻഡ്യൂറൻസിൻ്റെ വേറെ ലെവലാണ്. 3.6 കിലോമീറ്റേഴ്സ് സ്വിമ്മിങ്, 200 കിലോമീറ്റേഴ്സ് സൈക്ലിംഗ്, പിന്നെ ഒരു ഫുൾ മാരത്തൺ. ഇത് 3 കൂടെ ഒറ്റ കോമ്പിനേഷൻ ഈവൻ്റ് ആയിട്ട് വരും. അതിനെയാണ് അയൺമാൻ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതിനും ആൾക്കാർ തയ്യാറെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്ത് ചെയ്യിക്കണമല്ല. ആ ഒരു എൻഡ്യൂറൻസ് ലെവലിലോട്ട് ബോഡി വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മളെ കൊണ്ട് ആ ലിമിറ്റ്സ് ക്രോസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യം ആൾക്കാർക്ക് വരും. ഇതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓവറോൾ ഇപ്പോൾ സൈക്ലിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഞ്ചുറി, റോഡ് നോക്കി ഓടിക്കുകയാണെങ്കിൽ ഇഞ്ചുറി മിനിമം ഉള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഹൈലി കാർഡിയോ സെൻട്രിക് ആയിട്ടുള്ള ഒരു എക്സസൈസ് പ്രോഗ്രാമാണ്. മനുഷ്യ ശരീരത്തിൽ പറയപ്പെടുന്ന ഹാർട്ടിൻ്റെ പോലെ തന്നെ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ കാഫ് മസിൽ. അപ്പോൾ സൈക്ലിംഗ് കൊണ്ട് ഏറ്റവും ഇമ്പ്രൂവ് ചെയ്യണ കാഫ് മസിലാണ്. കാഫ് മസിൽസ് ഡെവലപ്പ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് ഡിസീസസ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. സോ വെൽക്കം ഓൾ ടു സൈക്ലിംഗ്. അപ്പോൾ നമ്മൾ കുടുംബ ഹിൽസ് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി. അടിപൊളി ഇല്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണം. ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള എന്തെങ്കിലും വകുപ്പ് കിട്ടുമോ എന്നുള്ളത് നോക്കട്ടെ. നമ്മുടെ ഓർഗനൈസർ നയൻ ഞങ്ങൾക്ക് വേണ്ടി എന്തോ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോകാം. നയനാണ് നമ്മുടെ TBCയുടെ ഇവൻറ്റുകളുടെയൊക്കെ, അതായത് നമ്മൾ ഇതുപോലുള്ള റൈഡുകളുടെയൊക്കെ ഓർഗനൈസർ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇവിടെ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നെ നയനോടുള്ള താങ്ക്സ്, ഒരു ബിഗ് താങ്ക്സ് കേട്ടോ നയൻ. ഞാൻ എന്തെങ്കിലും പറയും. റൈഡൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. കിടില റൈഡ്, ഓസമായിരുന്നു. ഇത്രയും സൂപ്പറായിട്ടൊരു റൈഡ് നയൻ. തീർച്ചയായിട്ടും. പിന്നെന്താ, നമുക്കിതുപോലെ ലോക്കൽ തന്നെ ഇഷ്ടംപോലെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് ഈ ചുറ്റുവട്ടത്തൊക്കെ തന്നെ. അധികം ഇതായിട്ടില്ലാത്ത അധികം ആൾക്കാർ വീട്ടിലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. ഹിൽസ് വരെയുള്ള ആ റൈഡ് കഴിഞ്ഞാൽ അടിപൊളി റൈഡ് നമ്മുടെ TBC ഹോൾ ഗ്രൂപ്പിന്റെ കൂടെ നല്ല കിടിലൻ റൈഡായിരുന്നു. ഇവിടെ വന്ന് ഈ പാറയുടെ ആ ഭംഗി, അതുപോലെ നമ്മുടെ തിരുവനന്തപുരം വ്യൂ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ. നമ്മൾ ഈ ചവിട്ടി വന്നതിൻ്റെ ആ ഒരു വിഷമം തന്നെ മാറി എന്ന് പറഞ്ഞാൽ മതി.
എനിവേ ഇത്രയും നല്ലൊരു ഗ്രൂപ്പിന്റെ കൂടെ റൈഡ് ചെയ്യാൻ വന്നത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ്. ഭയങ്കര സന്തോഷം. അടിപൊളിയായിരുന്നു റൈഡ്. എല്ലാവരും ഭയങ്കര എന്താ പറയുക എനർജറ്റിക് ആയിട്ട് അടിപൊളിയായിട്ട് റൈഡ് ചെയ്തു. എനിവേ നമ്മുടെ ഈ സൂപ്പർ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്തിട്ടുണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് സോജ.